ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. അപ്പോൾ വെൽഡറിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇനി 80ഓളം ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ഈ ദിവസങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ച് പരമാവധി പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ 300ഓളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള PDF-കളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ PDF-കൾ നൽകിക്കൊണ്ട് പുതിയ PDF-കൾ നൽകിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ മുതൽ പതിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ 1500-ലധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എക്സാം വരെ ഓരോ ദിവസവും 20ഓ 25ഓ ചോദ്യങ്ങളോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ക്ലാസ്സസും അതുപോലെ തന്നെ PDF-ഉം ഒക്കെയായിട്ട് നമുക്കൊന്ന് കളറാക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നല്ല ഒന്നാന്തരമായിട്ട് ഓരോ ചാപ്റ്ററും അങ്ങ് കവർ ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഓരോ എക്സാം സെൻറ്ററിലും ചോദിച്ച ISRO ആകാം, NFL ആകാം, PSC ആയിരിക്കും, PSCയിലെ വ്യത്യസ്ത എക്സാമുകളായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെയൊക്കെ ചോദ്യങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ട് അവയ്ക്ക് കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള എക്സ്പ്ലനേഷനും കൂടിയൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. എക്സാം ദിവസം വരെ ആകുമ്പോഴത്തേക്കും ഒരു 1500 ചോദ്യത്തിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓൾറെഡി 300 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കൂടാതെ ഇനിയും 1500 ചോദ്യങ്ങൾ, അതായത് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുന്നുണ്ടാകും. മറ്റ് വേറെ PDF-കളാണ്. ഓരോ ദിവസത്തെ PDF-ൽ 20 ചോദ്യങ്ങളും അവയുടെ വിശദീകരണം വളരെ എളുപ്പത്തിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പം ഇനിയും ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള നമ്മുടെ ക്ലാസ്സസ് മീൻസ് ഇനി ഇടുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ കുറച്ച് ദിവസത്തെ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും ഓരോ ദിവസത്തെയും ചോദ്യങ്ങളെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിച്ച്, അതായത് ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കാതെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ പോലും അതിനുള്ള എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ആ ചാപ്റ്ററൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരുന്നാലും ഇന്ന് ഒന്നാമത്തെ ക്ലാസ് നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ 20 വളരെ പ്രധാനപ്പെട്ട മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്, മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അൽ ഹസൻ. എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള 20 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർക്ക് വെൽഡിംഗ് പാരാമീറ്റേഴ്സ് ഡൂസ് നോട്ട് അഫക്ട് ദ ഹീറ്റ് ഇൻപുട്ട് ഡ്യൂറിങ് വെൽഡിങ്? ഇനി പറയുന്ന ആർക്ക് വെൽഡിംഗ് പാരാമീറ്ററുകളിൽ ഏതാണ് വെൽഡിംഗ് സമയത്ത് ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കാത്തത്? വെൽഡിംഗ് കറണ്ട്, വോൾട്ടേജ്, ഫ്ലക്സ് കോട്ടിംഗ്, ട്രാവൽ സ്പീഡ് എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണുള്ളത്. സോ എന്താണ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്? വാട്ട് ഈസ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്? Arc welding is a welding process that uses an electric arc to melt and join metals. Arc welding എന്നത് എന്താണ്? ഒരു വെൽഡിംഗ് പ്രക്രിയയാണ്. അത് ലോഹങ്ങൾ തമ്മിൽ ഉരുകാനും അവ തമ്മിൽ ചേരുവാനും വേണ്ടിയിട്ടൊക്കെ ഒരു ഇലക്ട്രിക്കൽ ആർക്കാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. The arc is generated between an electrode and the workpiece, causing the metal to melt and fuse together. ഒരു ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിൽ ആർക്ക് ജനറേറ്റ് ആവുകയും സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ആ ഒരു മെറ്റൽ തമ്മിൽ ജോയിൻ ആവുകയും ചെയ്യുന്നു. 2 മെറ്റലുകൾ ഉരുകിയിട്ട് അവ തമ്മിൽ ഒരു ജോയിനിങ് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ അവിടെ കൺസ്യൂമബിൾ അല്ലെങ്കിൽ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ചോദ്യം: വാട്ട് ഈസ് ആർക്ക് വെൽഡിംഗ് പാരാമീറ്റേഴ്സ്? എന്താണ് ആർക്ക് വെൽഡിംഗ് പാരാമീറ്റേഴ്സ്? Arc welding parameters are the variable that control the arc welding process.
ആർക്ക് വെൽഡിംഗ് പ്രക്രിയയെ നിയന്ത്രിക്കുന്ന വേരിയബിളുകളാണ് എന്തെന്ന് പറയുന്നത് ആർക്ക് വെൽഡിംഗ് പാരാമീറ്ററുകൾ എന്ന് പറയുന്നത്. ദീസ് പാരാമീറ്റേഴ്സ് ക്യാൻ ബി അഡ്ജസ്റ്റ് ടു ഒപ്റ്റിമൈസ് ദ വെൽഡിംഗ് പ്രോസസ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രോഡ്സ്. അപ്പോൾ നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾ, മെറ്റീരിയലുകൾ, ഇലക്ട്രോഡുകൾ എന്നിവയ്ക്കായി വെൽഡിംഗ് പ്രക്രിയ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഈ പാരാമീറ്ററുകൾ നമുക്ക് ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹിയർ ആർ ദ മെയിൻ ആർക്ക് വെൽഡിംഗ് പാരാമീറ്റേഴ്സ്. പ്രധാനപ്പെട്ട ആർക്ക് വെൽഡിംഗ് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ കറണ്ട് എങ്ങനെയാണ് വെൽഡിംഗ് പ്രക്രിയ കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ദ ഹീറ്റ് ഇൻപുട്ട് ആൻഡ് പെനട്രേഷൻ. വോൾട്ടേജ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? എഫക്ട് ആർക്ക് ലെങ്ത്, ഹീറ്റ് ഇൻപുട്ട് ആൻഡ് പെനട്രേഷൻ. സോ അതുപോലെ തന്നെ ആർക്ക് ലെങ്ത്, ട്രാവൽ സ്പീഡ്, ഇലക്ട്രോഡ് ആംഗിൾ, ഷീൽഡ്, ഗ്യാസ് ഫ്ലോ റേറ്റ്, എന്താണ് പൊളാരിറ്റി, ഫ്ലക്സ് കോട്ടിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഈ പറയുന്നതിൽ ഏത് ആർക്ക് വെൽഡിംഗ് പാരാമീറ്ററുകളിൽ ഏത് ആർക്ക് വെൽഡിംഗ് പാരാമീറ്റർ ആണ് വെൽഡിംഗ് സമയത്ത് ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കാത്തത് എന്നുള്ളതാണ്. സോ വെൽഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കുന്നുണ്ട്, വോൾട്ടേജ് എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കുന്നുണ്ട്, ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നതും ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഓപ്ഷൻ സി ഫ്ലക്സ് കോട്ടിംഗ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഹീറ്റ് ഇൻപുട്ടിനെ ബാധിക്കുന്നുണ്ടാവില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഫ്ലക്സ് കോട്ടിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, which castine cannot be welded. ഏത് കാസ്റ്റേനെയാണ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്? സോ ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റേൺ ആണ്. വൈറ്റ് കാസ്റ്റേൺ വിച്ച് ഈസ് വെരി ഹാർഡ് ആൻഡ് കണ്ടെയ്ൻ അയൺ കാർബൈഡ് ഇസ് നോർമലി കൺസിഡേർഡ് ടു അൺവെൽഡബിൾ. അപ്പം ഓർക്കേണ്ടത് വൈറ്റ് കാസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രധാനമായിട്ടും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധിക്കാത്ത ഒരു കാസ്റ്റേൺ ആണ്. പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇൻ വൈറ്റ് കാസ്റ്റേൺ കാർബൺ ഈസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് അയൺ കാർബൈഡ്. അപ്പോൾ വൈറ്റ് കാസ്റ്റേണിനകത്ത് കാർബൺ പ്രസന്റ് ആയിരിക്കുന്നത് അയൺ കാർബൈഡിന്റെ ഫോമിലായിരിക്കും എന്നുള്ളതും നോട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാൾഡ് ഫ്രം വെയർ ഇലക്ട്രോഡ് ബെയർ ഈസ് ഗ്രിപ്പിഡ്. അതായത് ഇലക്ട്രോഡിനെ നഗ്നഭാഗം അഥവാ ബെയർ പാർട്ട് പിടിക്കുന്ന, അതായത് ഗ്രിപ്പ് ചെയ്യുന്ന ഭാഗത്തെ. അപ്പൊ ഇലക്ട്രോഡിൽ നമ്മൾ എന്താണ് നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. സോ അപ്പോൾ ആ അത്തരത്തിൽ ഗ്രിപ്പ് ചെയ്യുന്ന നഗ്നമായ ഭാഗത്തെ അഥവാ ബെയർ പാർട്ടിനെ എന്താണ് വിളിക്കുന്നത്? ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇപ്പൊ ഹാൻഡിൽ, സ്റ്റെബിലന്റ്, സ്പിൻഡിൽ, ബെയറിന്റെ ഇങ്ങനെയുള്ള ആൻസേഴ്സ് ഉണ്ട്. അതിന്റെ ആൻസർ സ്റ്റെബിലന്റ് ആണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഇലക്ട്രോഡ് നോക്കുന്ന സമയത്ത് നോക്കാം, ഇത്രയും പോർഷൻസ് അല്ലെ, അതായത് ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഡിന്റെ ഇപ്പൊ ഇലക്ട്രോഡിന്റെ ഗ്രിപ്പഡ് ആയിട്ടുള്ള ഒരു ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമ്മൾ കയറ്റി വെക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഭാഗമായിരിക്കും ഇവിടെ കയറ്റി വെക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ഭാഗത്തെയാണ് സ്റ്റെബിൾ എൻഡ് എന്ന് പറയുന്നത്. സോ അതാണ് നഗ്നമായ ഭാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നഗ്നമായ മീൻസ് എന്താണ്? ബെയർ പാർട്ട്, അഥവാ ഈ പറയുന്ന ഈ ഭാഗത്ത് ഇവിടെ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഫ്ലക്സ് കോട്ട് കവറിങ് ഉണ്ടല്ലേ, എന്നാൽ ഈ ഭാഗത്ത് അത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പോർഷനെയാണ് സ്റ്റെബിൾ എൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് കാൾഡ് ഫ്രം വേർ ഇലക്ട്രോഡ് ബെയർ പാർട്ട് ഈസ് ഗ്രിപ്പിഡ്. അപ്പോൾ ഗ്രിപ്പ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു നഗ്നമായ അല്ലെങ്കിൽ ബെയർ പാർട്ടിനെയാണ് സ്റ്റെബിൾ എൻഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് സ്റ്റെബിൾ എൻഡ് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യൂറിംഗ് വെൽഡിംഗ് ആസ് ദ ഇലക്ട്രോഡ് മെൽറ്റ് എ സ്മാൾ പോർഷൻ ഓഫ് ദ ഇലക്ട്രോഡ് അഥവാ ദ ബെയർ എൻഡ് റിമെയിൻ അൺയൂസ്ഡ്. അപ്പം ഈ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളെല്ലാം മെൽറ്റ് ആയി പോകും, പക്ഷെ ആ ഒരു ഭാഗം മാത്രം മെൽറ്റ് ആവാതെ എന്ത് ചെയ്യും, അവശേഷിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള മെൽറ്റ് ആയി പോവാത്ത നമ്മൾ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് സ്റ്റെബിൾ എൻഡ് എന്ന് പറയുന്നത്. ദിസ് ലെഫ്റ്റ് ഓവർ പോർഷൻ ഈസ് കാൾഡ് ദ സ്റ്റെബിൾ എൻഡ്. ദ സ്റ്റബ് എൻഡ് വെയർ ദ ഇലക്ട്രോഡ് ഇസ് ടിപ്പിക്കലി ഗ്രിപ്പഡ് ബൈ ദ ഇലക്ട്രോഡ് ഹോൾഡർ. അപ്പോൾ ഇലക്ട്രോഡ് ഹോൾഡറിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്രിപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗം അത് തന്നെയായിരിക്കും. സോ ദ ടൈം സ്റ്റബ് എൻഡ് സ്പെസിഫിക്കലി റെഫർ ടു ദ റിമൈനിങ് ഓർ നോൺ കൺസ്യൂമബിൾ പാർട്ട് ഓഫ് ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക്കലി എന്തെന്ന് പറയുന്നത് സ്റ്റബ് എൻഡ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ കളർ ഓഫ് വെൽഡിംഗ് ബൂത്ത് വാൾ. വെൽഡിംഗ് ബൂത്ത് വാൾ എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വെൽഡിംഗ് ബൂത്ത് വാള്. സോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ്. സോ കളർ ഓഫ് വെൽഡിംഗ് ബൂത്ത് വാൾ ഈസ് ഓഫ് ബ്ലാക്ക് കളർ. We need to point in a color that is flat and non-reflective. A latex paint for welding booth is more preferable. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലാറ്റക്സ് പെയിന്റ് വെൽഡിംഗ് ബൂത്തുകളിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലോവർ ചാൻസസ് ഓഫ് ബേണിംഗ് പെയിന്റ് ഓർ ആൻഡ് ഫ്യൂംസ് ഡ്യൂ ടു സ്ട്രൈക്ക് മാർക്ക് എക്സെട്ര. അപ്പം ആ ലോവർ ചാൻസ് ഓഫ് ബേണിംഗ്
ആ ഒരു കത്താനുള്ള ലോവർ ചാൻസസ് കൊണ്ടാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ദ സൈസ് ഓഫ് ഇലക്ട്രോഡ് ഈസ് മെഷർഡ്. എങ്ങനെയാണ് ഇലക്ട്രോഡിന്റെ വലിപ്പം മെഷർ ചെയ്യുന്നത്, വലിപ്പം അളക്കുന്നത് എന്നുള്ളതാണ്. മീൻസ് അതിന്റെ ആ ഒരു ഡയമീറ്റർ എങ്ങനെയാണ് അളക്കുന്നത്, സൈസ് എങ്ങനെയാണ് പറയുന്നത്. ലെങ്ത് ആണോ, വിഡ്ത്ത് ആണോ, സർക്കിൾ ആണോ, ഡയമീറ്റർ ഓഫ് കോർ വയർ ആണോ. എപ്പോഴും ഇലക്ട്രോഡിനെ നമ്മൾ പറയുന്നത് ആ ഒരു ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫിഗർ, ആ ഫിഗറിലെ പുറത്ത് ഫ്ലക്സ് കോട്ടിംഗ് കവർ ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ ഉള്ളിലെ ആ ഒരു കോർ വയർ ഉണ്ട്, ആ ഒരു കോർ വയറിന്റെ ഉള്ളിലെ ആ ഒരു കോർ വയറിന്റെ ഡയമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോഡ് ഡയമീറ്റർ എന്നുള്ളത്. ഇലക്ട്രോഡ് സൈസ് മെഷർ ചെയ്യുന്നത് ആ കോർ വയർ ഡയമീറ്റർ ആണ്. ആൻഡ് ഇലക്ട്രോഡ് ഇസ് എ മെറ്റാലിക് വയർ ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ആൻഡ് ലെങ്ത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് സൈസ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് 350 450 ആണ്. ജനറലി അതിനകത്ത് ഫ്ലക്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫ്ലക്സ് കോട്ട് ചെയ്തത് കഴിഞ്ഞിട്ടുള്ള ഉൾഭാഗത്തുള്ള കോർ വയർ, ആ കോർ വയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയമീറ്റർ ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ വെൽഡിംഗ് സർക്യൂട്ട് ആൻഡ് പ്രൊവൈഡ് ഫില്ലർ മെറ്റീരിയൽ ടു ദ ജോയിന്റ് ബൈ ആൻ ആർക്ക്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ലെയർ ഓഫ് ഫ്ലക്സ് ഓൺ മെറ്റൽ വയർ ഈസ് കാൾഡ്. അപ്പം ആ ഒരു ഫ്ലക്സ്, അപ്പം മെറ്റൽ വയറിന്റെ പുറത്ത് ഒരു ഫ്ലക്സ് ലെയർ കൂടി ഉണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സംഭവത്തെ എന്താണ് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇലക്ട്രോഡ് എന്നാണ്. ലെയർ ഓഫ് ഫ്ലക്സ് ഓൺ മെറ്റൽ വയർ ഈസ് കാൾഡ് ആൻ ഇലക്ട്രോഡ്. അതായത് ഉള്ളിൽ ഒരു കോർ വയർ ഉണ്ട്, അതിന്റെ പുറത്ത് ഫ്ലക്സ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോഡ് ആണ് ഈ കൂട്ടത്തിലുള്ളതിൽ വെച്ചിട്ട്. ഫ്ലക്സ് കോട്ടിംഗ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് മെറ്റൽ ഫ്രം കണ്ടാമിനേഷൻ ബൈ ദ ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആൻഡ് അതർ കണ്ടാമിനൻസ് ഇൻ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ പറയുന്ന നൈട്രജനും ഓക്സിജനും മറ്റ് കണ്ടാമിനൻസും അത്തരത്തിലുള്ള ഇവയിൽ നിന്നെല്ലാം തന്നെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആയിട്ട് ഈ ഫ്ലക്സ് കോട്ടിംഗ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം ഹാസ് ദ ഓക്സിജൻ ആൻഡ് അസറ്റലിൻ റേഷ്യോ 1:2:1 എന്നുള്ളതാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, എപ്പോഴും ഓക്കെ ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം ഹാസ് ദ ഓക്സിജൻ ആൻഡ് അസറ്റലിൻ റേഷ്യോ 1:2:1 എന്നുള്ളതാണ് അല്ലേ. ഇവിടെ 1:2 എന്നുള്ളതും 1 എന്നുള്ളതും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1:2 ഓക്സിജന്റെയും 1 എന്ന് പറയുന്ന അസറ്റലിന്റെ റേഷ്യോ ആണ്. ഇതിൽ വന്നിട്ട് ഓക്സിജൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്, അസറ്റലിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കാർബറൈസിങ് ഫ്ലെയിം ആണ്. ദെൻ അത് രണ്ടും ഒന്നാണ്, തുല്യമാണെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രൽ ഫ്ലെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 1:2:1 ആണ്. അപ്പോൾ ഓക്സിജൻ 1:2 ആണ്, ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ 1:1 ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഫ്ലെയിം. അതുപോലെ തന്നെ ഈ പറയുന്ന ഇത് നേരെ തിരിഞ്ഞ് അസറ്റലിൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അസറ്റലിൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാർബറൈസിങ് ഫ്ലെയിം, അത്തരത്തിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഹോംവർക്ക് ആണ്, നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യാം. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് എക്സസ് ഓക്സിജൻ യൂസ് ചെയ്യുന്നു, ഓക്സിജൻ കൂടുതലായിരിക്കും. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് നോ സ്മോക്ക് ആൻഡ് നോയ്സി ആണ്. ഈ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോപ്പർ അലോയ്, ബ്രാസ് അലോയ്, സിങ്ക് എന്നിവയൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് C2H2 എന്ന് പറഞ്ഞ അസറ്റലിനാണ്. സോ അത് ഓക്സിജനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂട്രൽ ഫ്ലെയിം ആകുമ്പോൾ 1:1 റേഷ്യോ ആയിരിക്കും, രണ്ടും ഒരേ അളവിലായിരിക്കും. പ്രധാനമായിട്ടും കാസ്റ്റിനും മെയിൽസിലൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. ഫ്ലെയിമിനെ പ്രധാനമായിട്ടും 3 കാറ്റഗറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്: ഓക്സിഡൈസിംഗ് ഫ്ലെയിം, കാർബറൈസിംഗ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം. ഓക്സിഡൈസിംഗ് ഫ്ലെയിമിൽ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും, കാർബറൈസിംഗ് ഫ്ലെയിമിൽ അസറ്റിന്റെ അളവ് കൂടുതലായിരിക്കും, ന്യൂട്രൽ ഫ്ലെയിമിൽ രണ്ടിന്റെ അളവും ഒരേപോലെ ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ which of the following statement is wrong regarding the safety to be followed during gas welding? ഗ്യാസ് വെൽഡിംഗ് സമയത്ത് പാലിക്കേണ്ട സുരക്ഷയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. സോ വെൽഡർ ഷുഡ് വിയർ ഗോഗിൾസ്, വെൽഡർ ഷുഡ് വിയർ സിന്തറ്റിക്, വെൽഡർ ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ദ ഗ്യാസ് സിലിണ്ടർ ഡൂസ് നോട്ട് കം ഇൻ കോൺടാക്ട് വിത്ത് ദ ഫ്ലെയിം. അതായത് ഗ്യാസ് സിലിണ്ടർ തീജ്വാലയുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് വെൽഡർ ശ്രദ്ധിക്കണം. വെൽഡർ ഷുഡ് ബി വിയർ ആസ്പെറ്റോസ് ഗ്ലൗസ്. സോ ഇവിടെ വന്നിട്ട് വിയർ ഗോഗിൾസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വെൽഡർ ഗോഗിൾസ് ധരിക്കണം എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. വെൽഡർ ഷുഡ് വിയർ സിന്തറ്റിക് എന്ന് പറയുന്നത് ഒരു ഫ്ലേമബിൾ ആയിട്ടുള്ള, സംടൈംസ് അത് കൂടുതലും അത് ഒരു ഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. വെൽഡർ ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ഗ്യാസ് സിലിണ്ടർ ഡോസ് നോട്ട് കം ഇൻ കോൺടാക്ട് വിത്ത് ദ ഫ്ലെയിം. ഗ്യാസ് സിലിണ്ടർ തീജ്വാലയുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് വെൽഡർ ശ്രദ്ധിക്കണം, ശരിയായിട്ടുള്ളതാണ്. വെൽഡർ ഷുഡ് വിയർ ആസ്പെറ്റോസ് ഗ്ലൗസ്, ശരിയായിട്ടുള്ളതാണ്. സോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. പ്രിക്കേഷൻ ഡ്യൂറിങ് ഗ്യാസ് വെൽഡിങ് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷനെ തൊട്ട് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഗിൾസ് ധരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാം പ്രൂഫ് ആയിട്ട് ഇപ്പം അപ്രോണും ഗ്ലൗസ്
ക്യാപ്പ് ഓർ ഹെൽമെറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്ലെയിമിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഷുഡ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു ഹീറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. സം സിന്തറ്റിക് മെറ്റീരിയൽസ് ആർ ഫ്ലാമബിൾ. അപ്പൊ സിന്തറ്റിക് മെറ്റീരിയൽ പലപ്പോഴും എന്താണ്, ഫ്ലാമബിൾ ആയിരിക്കും. അടുത്തതായിട്ട് 9ാമത്തെ ചോദ്യമാണ്, ഇൻ വെൽഡിംഗ് ദ പൊളാരിറ്റി ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ സോഴ്സ് ഇസ് ഓൾവേസ്. ഇപ്പൊ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ AC വെൽഡിങ്ങും DC വെൽഡിങ്ങും ഉണ്ട്. AC വെൽഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് സെക്കൻഡിൽ 50 to 60 സൈക്കിൾസ് വരെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആൾട്ടർനേറ്റിംഗ് ആയിട്ട് ആണ് അതിന്റെ എന്താന്ന് പറയുന്നത് കറണ്ട് ഡയറക്ഷൻ. അതേസമയം പൊളാരിറ്റി AC ഉണ്ടാവില്ല, DC മാത്രമാണ്, ഡയറക്റ്റ് കറണ്ടിൽ മാത്രമാണുള്ളത്. അത് ഡയറക്റ്റ് കറണ്ട് ആണ്, ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് കറണ്ടിൽ മാത്രമാണ് പൊളാരിറ്റി ഉള്ളത്. എന്താണ് പൊളാരിറ്റി എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് പൊളാരിറ്റി? വെൽഡിംഗ് പൊളാരിറ്റി റെഫർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോഡ് കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ ദ വെൽഡിംഗ് ഇലക്ട്രോഡ് ആൻഡ് ദ വർക്ക് പീസ്. അപ്പം വെൽഡിംഗ് ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിലായിട്ട് ആ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോവിന്റെ ഡയറക്ഷനെയാണ് വെൽഡിംഗ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു AC-യിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷൻ എന്താണ്, 50 to 60 സൈക്കിൾസിൽ റിവേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് മാറി മാറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ ഡയറക്റ്റ് കറണ്ടിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കുമല്ലോ. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന രീതിക്കനുസരിച്ച് വ്യത്യാസം വരും. അതായത് 2 പൊളാരിറ്റി പ്രധാനമായിട്ടുമുണ്ട്. നമ്മൾ ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനലിലോ നെഗറ്റീവ് ടെർമിനലിലോ, അതായത് നമ്മൾ എവിടേക്കാണോ അത് കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റി ആയിട്ട് മാറുന്നുണ്ടാവുക. ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ പൊളാരിറ്റിയാണ് സ്ട്രൈറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഇലക്ട്രോഡ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെർമിനൽ while the workpiece is connected to the positive terminal of the direct current power source. നോക്കിയേ, ഡയറക്റ്റ് കറണ്ട് പവർ സോഴ്സിൽ ഇത് കണ്ടോ, ഇലക്ട്രോഡ് കണ്ടോ, ഇലക്ട്രോഡ് എന്തിനകത്താണ്, നെഗറ്റീവ് ടെർമിനലിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രോഡ് നെഗറ്റീവ് ടെർമിനലിലും വർക്ക് പീസിൻ്റെ പോസിറ്റീവ് ടെർമിനലിലും ആകുമ്പോൾ ഈ പൊളാരിറ്റിയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്ട്രൈറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സ്ട്രൈറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ. ഇനി റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് പൊളാരിറ്റി, ദ ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. റിവേഴ്സ് പൊളാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി. സോ അതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇലക്ട്രോഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും അതുപോലെ തന്നെ വർക്ക് പീസിനെ നെഗറ്റീവ് ടെർമിനലിലും ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി വെൽഡിങ്ങിനകത്ത് DC വെൽഡിംഗ് 2/3 ഓഫ് ദ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ പോസിറ്റീവ് എൻഡ് ആൻഡ് 1/3 ഫ്രം ദ നെഗറ്റീവ് എൻഡ്. അപ്പോൾ 2/3 ഹീറ്റും പോസിറ്റീവ് എൻഡിൽ നിന്നും 1/3 ആണെന്ന് പറയുന്ന നെഗറ്റീവ്, ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ടു ഹാവ് ദിസ് അഡ്വാൻറ്റേജ് ഓഫ് unequal heat distribution in the electrode and base metal, the polarity is an important factor for successful welding. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് എന്താണ് AC-ക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് നോ പൊളാരിറ്റി ആണ്, അതിന് പൊളാരിറ്റി ഉണ്ടായിരിക്കത്തില്ല. DC വെൽഡിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പൊളാരിറ്റി എന്ന് പറയുന്നത്. പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇലക്ട്രോഡ് ഹോൾഡറിനും വർക്കിനും ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒഴുകുന്ന ആ ഒരു ഇലക്ട്രിക്കൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന ഫ്ലോ ഡയറക്ഷൻ ആണ്. ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് പൊളാരിറ്റിയും നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, അത്തരത്തിലുണ്ടായിരിക്കും. ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. എന്നാൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്, ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണെന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് പൊളാരിറ്റി എന്നുമായിരിക്കും പറയുന്നുണ്ടാവുക. അതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ 2/3 ഹീറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എൻഡിൽ നിന്നും 1/3 ഹീറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എൻഡിൽ നിന്നുമാണ്, അതും ചോദ്യമാണ്. ഇനി 10ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ജോയിനിങ് മെത്തേഡ് റിസൾട്ട് ഇൻ ദ ഫ്യൂഷൻ ഓഫ് ദ പാരന്റ് മെറ്റൽ. അപ്പം ഇവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോയിനിങ് മെത്തേഡിലാണ് ഫ്യൂഷൻ ഓഫ് ദ പാരന്റ് മെറ്റൽ ഫ്യൂഷൻ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. ഫ്യൂഷൻ മീൻസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫ്യൂഷൻ മീൻ ദ വെൽഡിംഗ് ആൻഡ് ബ്ലെൻഡിങ് ഓഫ് 2 or more മെറ്റീരിയൽസ്, ടിപ്പിക്കലി മെറ്റൽസ്, ടു ഫോം എ സ്ട്രോങ് ബോണ്ട്. ഫ്യൂഷൻ എന്നാൽ 2 or അതിലധികമോ പദാർത്ഥങ്ങൾ, സാധാരണയായിട്ട് ലോഹങ്ങൾ, ഒരു ശക്തമായ ബോണ്ട്. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, അവർ തമ്മിൽ നല്ല ബോണ്ടാന്ന് പറഞ്ഞാൽ നല്ല ചേർച്ച എന്ന് പറഞ്ഞാൽ, അപ്പോൾ ശക്തമായ ഒരു ബോണ്ട് രൂപീകരിക്കുന്നതിന് ഉരുകുകയും മിശ്രിതമാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അത്തരത്തിൽ ഉരുകി ജോയിൻ ആവുന്ന പ്രോസസ്സാണ്. പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് ഏതാണ്, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി, വെൽഡിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. സോ അതിനു മുമ്പായിട്ട് അതിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ട്.
The welding is a process of joining two similar or dissimilar metals by fusions with or without the application of pressure and with or without the use of filler metal. അതായത് മർദ്ദം പ്രയോഗിച്ചോ അല്ലാതെയോ ഫില്ലർ ലോഹം ഉപയോഗിച്ചോ അല്ലാതെയോ സമാനമോ സമാനമല്ലാത്തതോ ആയിട്ടുള്ള രണ്ട് ലോഹങ്ങളെ സംയോജിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് വെൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 11ാമത്തെ ചോദ്യം, ഇൻ ഗ്യാസ് കട്ടിംഗ് ഇഫ് ടു ലിറ്റിൽ കട്ടിംഗ് ഓക്സിജൻ ഈസ് സപ്ലൈഡ്. അതായത് ഗ്യാസ് കട്ടിങ്ങിൽ വളരെ കുറച്ച് കട്ടിംഗ് ഓക്സിജൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ദ മെറ്റൽ വിൽ ഫെയിൽ ടു കട്ട് കംപ്ലീറ്റ്ലി. അതായത് ഗ്യാസ് കട്ടിങ്ങിൽ ഇഫ് ടു ലിറ്റിൽ കട്ടിംഗ് ഓക്സിജൻ ഈസ് സപ്ലൈഡ് ദ മെറ്റൽ വിൽ ഫെയിൽ ടു കട്ട് കംപ്ലീറ്റ്ലി. ഗ്യാസ് കട്ടിങ്ങിൽ വളരെ കുറച്ച് കട്ടിംഗ് ഓക്സിജൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ലോഹം പൂർണ്ണമായും മുറിക്കുന്നതിൽ പരാജയപ്പെടും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും. വളരെ ചെറിയ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് NSQF ലെവൽ 3. ഇപ്പോൾ NSQF ലെവൽ 3 നമ്മുടെ ബാരസ്കിൽ സൈറ്റിൽ ലഭ്യമായുള്ള പുസ്തകത്തിലെ പേജ് നമ്പർ 36, 37 പേജാണ്. സോ അടുത്തൊരു ചോദ്യവും അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഹോംവർക്കാണ്. ആ പേജ് നിങ്ങൾ എന്തായിരുന്നാലും വായിച്ചു നോക്കണം. ഇതിൻ്റെ ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹോംവർക്ക് തന്നിട്ടുള്ളത്. The top edge is melted around and the cut face is not smooth in gas cutting. This due to, അതായത് ഗ്യാസ് കട്ടിങ്ങിൽ മുകളിലെ അറ്റം ഉരുകിയിട്ട് വൃത്താകൃതിയിലാണുള്ളത്. അതുപോലെ തന്നെ ആ ഒരു എന്താണ് പറയുക, കട്ട് ഫേസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കത്തില്ല. സോ ഇത് എന്തിൻ്റെ കാരണമാണ് ഈ പറയുന്നില്ല? സ്ലോ കട്ടിംഗ് സ്പീഡ് ആണോ, ഇൻസഫിഷ്യൻറ്റ് അസറ്റിലും പ്രഷർ ആണോ, ടിപ്പ് ബീം ടു ഹൈ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതാണോ, ടു മച്ച് കട്ടിംഗ് ഓക്സിജൻ പ്രഷർ ആണോ? സോ പേജ് നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, ഹോംവർക്ക് ആണ്. അതായത് കോമൺ ഡിഫക്റ്റ് ഇൻ ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്നിട്ടുള്ള NSQF ലെവൽ 3 ഇപ്പോൾ ബാരസ്കിൽ ലഭ്യമായിട്ടുള്ള പുസ്തകത്തിൽ നമ്പർ 36, 37 ആ ഒരു ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഉള്ള ചോദ്യമാണ്. ഇപ്പോൾ ചോദിച്ചതും മുമ്പ് ചോദിച്ചതും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഫ്യൂൽ ഗ്യാസ് ഈസ് യൂസ്ഡ് കട്ടിംഗ് ഡീപ്പ് അണ്ടർ വാട്ടർ. അപ്പോൾ ഡീപ്പ് അണ്ടർ വാട്ടർ കട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ് വളരെ പ്രധാനപ്പെട്ട. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, ചോദ്യങ്ങളൊക്കെയും പ്രധാനപ്പെട്ടതാണ്, വ്യത്യസ്ത എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂൽ ഗ്യാസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഡീപ്പ് അണ്ടർ വാട്ടർ. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2400 ഡിഗ്രി സെൽഷ്യസ് 2700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. യൂസ്ഡ് ഫോർ ബ്രേസിംഗ്, സിൽവർ, സോൾഡറിങ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഈ പറയുന്നതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 2400 മുതൽ 2700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. ഇത് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതായിട്ടുള്ള പോയിന്റിൽ യൂസ് ചെയ്യുന്ന ബ്രേസിംഗ്, സിൽവറിംഗ്, സോൾഡറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ. ഇതിൽ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്നുള്ള രീതിയിലും എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഹൈഡ്രജൻ ഫ്യൂൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഡീപ്പ് അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. അടുത്ത ദ ഇലക്ട്രോഡ് സൈസ് റെഫർ ടു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ഇലക്ട്രോഡ് സൈസ് ഈസ് റെഫർ ടു. നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദ ഇലക്ട്രോഡ് സൈസ് റെഫർ ടു ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് കോർ വയർ ആൻഡ് ഈച്ച് ഇലക്ട്രോഡ് ഹാസ് സെർട്ടൈൻ കറണ്ട് റേഞ്ച്. ഇലക്ട്രോഡ് സൈസ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ആ ഒരു ഇലക്ട്രോഡിന്റെ കോർ വയറിന്റെ ഡയമീറ്റർ ആണ്. ഓരോ ഇലക്ട്രോഡിനും സെർട്ടൈൻ ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള കറണ്ട് റേഞ്ചുകളായിരിക്കും. ദ വെൽഡിംഗ് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇലക്ട്രോഡ് സൈസ് അഥവാ ഡയമീറ്റർ. ഇലക്ട്രോഡിന്റെ സൈസസ് അതിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് വെൽഡിംഗ് കറണ്ട് റേഞ്ചും ഇൻക്രീസ് ആവുന്നുണ്ടാവും. ദ ലെങ്ത് ഓഫ് ദ ഇലക്ട്രോഡ് മേ ഡിപ്പെൻഡ് ഓൺ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ റേഞ്ചിങ് ഫ്രം 250 to 450 മില്ലിമീറ്റർ. അതായത് 250 മുതൽ 450 മില്ലിമീറ്റർ വരെയുള്ള റേഞ്ചിലുള്ള കോർ വയറുകൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് കോർ വയർ. ആ കോർ വയറിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് കൊണ്ടാണ് ഇലക്ട്രോഡിൻ്റെ ലെങ്ത് എന്ത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവുന്നത്. സോ അത് 250 മുതൽ 450 വരെ ഉണ്ടാവും. കോമൺലി യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 350, 450 എന്നുള്ളതാണ് മോസ്റ്റ്ലി ആൻസർ ആയിട്ട് വരാറുള്ളത്. ഓക്കെ, റേഞ്ച് 250, 450 പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയുന്നത് 350, 450 ആണ്. ഓക്കെ, പ്രധാനമായിട്ടും ആൻസർ കീ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് ലാർജർ ദ കോർ ഡയമീറ്റർ, ലാർജർ ദ ലെങ്ത്. കോർ ഡയമീറ്റർ ലാർജർ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലെ ആ ഒരു ഫ്ലക്സ് കോട്ട് ചെയ്ത ഭാഗം ഒഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കോർ വയർ, ഇലക്ട്രോഡിന്റെ കോർ വയർ ലാർജർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലാർജർ ആയിരിക്കും അതിന്റെ ലെങ്തും എന്നുള്ളതും നോട്ട് ചെയ്യുക.
15ാമത്തെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോഡ് കോട്ടിംഗ് ഈസ് ഇലക്ട്രോഡ് കോട്ടിങ്ങിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എന്താണ് ടു ഇൻക്രീസ് ദ വെൽഡിംഗ് കറണ്ട് ടു സ്റ്റെബിലൈസ് ദ ആർക്ക് ടു പ്രിവെന്റ് റസ്റ്റിംഗ് ടു കൺട്രോൾ ആർക്ക് ടെമ്പറേച്ചർ ഇലക്ട്രോഡ് കോട്ടിംഗ് ഷുഡ് പ്രൊവൈഡ് ഗ്യാസ് ഷീൽഡിംഗ് ഓഫ് ദ ആർക്ക് സ്റ്റെബിലിറ്റി ഗുഡ് വെൽഡ് ഷേപ്പ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് സ്റ്റെബിലൈസ് ദി ആർക്ക് എന്നുള്ളതാണ്. ഓക്കെ, മെത്തേഡ് ഓഫ് ഫ്ലക്സ് കോട്ടിംഗ് ഓൺ ഇലക്ട്രോഡ് രണ്ട് മെത്തേഡുകളാണുള്ളത്, ഡിപ്പിംഗ് മെത്തേഡും എക്സ്ട്രൂഷൻ മെത്തേഡ് എക്സ്ട്രൂഡ് മെത്തേഡ്. രണ്ട് മെത്തേഡിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദ ഇലക്ട്രോഡ്സ് ആർ മാനുഫാക്ചർഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് ലെങ്ത്, നേമലി ഇലക്ട്രോഡുകൾ രണ്ട് സ്റ്റാൻഡേർഡ് ദൈർഘ്യത്തിലാണ് നിർമ്മിക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതാണ്? ദ ഇലക്ട്രോഡ് ആർ മാനുഫാക്ചർഡ് ടു ഡിഫറെന്റ് ലെങ്സ് 350 450 ആണ് സ്റ്റാൻഡേർഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻ ആർക്ക് വെൽഡിംഗ് ആൻഡ് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് കറണ്ട് ത്രൂ എ വർക്ക് പീസ് ടു ഫ്യൂസ് ടു പീസസ് ടുഗദർ. രണ്ട് പീസുകളെ തമ്മിൽ ജോയിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വർക്ക് പീസസിലേക്ക് ഇലക്ട്രോഡിൽ നിന്നും ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കടന്ന് അതിങ്ങനെ ഫ്യൂസ് ആവുന്നുണ്ടാവും. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് കൺസ്യൂമബിളും നോൺ കൺസ്യൂമബിളും ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. അടുത്തത് 17ാമത്തെ ചോദ്യം, in DC welding, heat distribution is possible between electrode and the base metal due to the change of polarity. The distribution of heat is DC welding ധ്രുവീയതയുടെ മാറ്റം, അതായത് ആ ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഡിന്റെയും ബേസ് മെറ്റൽസിന്റെയും ആ ഒരു പൊളാരിറ്റി ചേഞ്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സാധ്യമാണ്. അപ്പൊ അതിന്റെ താപത്തിന്റെ വിതരണം ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല. DC വെൽഡിങ്ങിൽ നമ്മൾ പറഞ്ഞു, അതായത് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ട് DCയിൽ പോസിറ്റീവിൽ നിന്ന് എത്ര, നെഗറ്റീവിൽ നിന്ന് എത്ര എന്നുള്ളതാണ്. സോ ഇത് ഹോംവർക്ക് ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പോസിറ്റീവിൽ നിന്ന് എത്ര, നെഗറ്റീവിൽ നിന്ന് എത്രയാണെന്നുള്ളത്, അതുകൊണ്ട് ഹോംവർക്ക് ആണ്. ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, ഈ നോട്ടിന്റെ മുൻവശത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. PDF നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ജസ്റ്റ് മുന്നിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് ചെയ്യുക. സോ അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ബാക്കിലേക്ക് ഒന്നുകൂടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഹോംവർക്ക് ആണ്, എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം, ഡ്യൂറിങ് ഗ്യാസ് വെൽഡിംഗ് സംതിങ് ദ ജോയിനിങ് പീസസ് ആർ പെർമനന്റ്ലി ചേഞ്ച്ഡ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഫ്രം ഒറിജിനൽ. സോ ഇവിടെ നോക്കുക, ആ ഒരു ഡിഫക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിഫക്റ്റ്, ദ റീസൺ ഫോർ ദ ഡിഫക്റ്റ് ഷോ ഇൻ ഫിഗർ ഈസ് ഡ്യൂ ടു, എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡിഫക്റ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നുള്ളതാണ്. അൺസ്യൂട്ടബിൾ ഫ്ലെയിം കട്ടിങ്, എഡ്ജ് പ്രിപ്പറേഷന് എന്റെ പ്രശ്നങ്ങൾ, അതുപോലെ അൺസ്യൂട്ടബിൾ നോസിൽ സൈസ്, അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. 19, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ ദ മെറ്റൽസ് ദ പ്രോസസ് കാസ്റ്റിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ് ആൻഡ് സോൾഡറിംഗ്. സോൾഡറിംഗ്, ബ്രേസിംഗ്, വെൽഡിംഗ്, കാസ്റ്റിംഗ് പ്രോസസ്സുകൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ട് അത്യാവശ്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടി ഏതാണ് എന്നുള്ളതാണ്. അതായത് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് വേണം, അല്ലെങ്കിൽ ബിരിയാണിയിൽ മുന്തിരി വേണം, എന്നാലേ കളറാവെന്ന് പറയുന്ന പോലെ തന്നെ വളരെ എസെൻഷ്യൽ ആണ്, വളരെ അത്യാവശ്യമാണ്. അതുപോലെയല്ല, അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടില്ലേലും ബിരിയാണി ആവോ? അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അതൊക്കെ വേണമല്ലേ. അത് പോട്ടെ, ബിരിയാണിയുടെ കാര്യമല്ല. അപ്പോൾ ബിരിയാണി അരി വേണം. അതേപോലെ ഇതില് വെൽഡിങ്ങിന് എന്ത് വേണം? ഇതിലൊരു പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ അത് നടക്കില്ല. ഓക്കെ, അത് ഏത് പ്രോപ്പർട്ടിയാണ്? അതിന്റെ പ്രോപ്പർട്ടിന്റെ പേരാണ് ഫ്യൂസിബിലിറ്റി എന്ന് പറയും. എന്താണ് ഫ്യൂസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്യൂസിബിലിറ്റി റെഫർ ടു ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, ടിപ്പിക്കലി മെറ്റൽ ഓർ അലോയ്, ടു മെൽറ്റ് ആൻഡ് ഫ്ലോ ഈസിലി വെൻ ഹീറ്റഡ്. അതായത് ഫ്യൂസിബിലിറ്റി എന്നത് ഒരു മെറ്റീരിയലിന്റെ സാധാരണ ഒരു ലോഹമോ അലോയെ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉരുകുവാനും ഒഴുകുവാനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ റീഡിലി എ മെറ്റീരിയൽ ക്യാൻ ബി മെൽറ്റഡ് ആൻഡ് ഫോംഡ് ഇൻ ന്യൂ ഷേപ്പ്. ഒരു വസ്തു എത്ര അനായാസം ഉരുകി പുതിയ രൂപത്തിൽ രൂപപ്പെടുത്താം എന്നതിന്റെ അളവുകോലാണ് ഈ ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അത് 20ാമത്തെ ചോദ്യമായിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിലെ എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. 20 ചോദ്യങ്ങളും വളരെ ഐശ്വര്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു. ആ 2 ഹോംവർക്കുകളും നിങ്ങൾ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഒരിക്കൽ കൂടി റിവിഷൻ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. കാരണം ഇനി അടുത്ത ദിവസം 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയേക്കാം, എന്നാൽ ചിലപ്പോൾ ഉൾപ്പെടുത്താതെ ഇരുന്നേക്കാം. അതൊക്കെ എന്താണ്, എനിക്ക് ജസ്റ്റ് PDF ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഉൾപ്പെടുത്തിയേക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ഉൾപ്പെടുത്തും, ചിലപ്പോൾ ഉൾപ്പെടുത്താതിരിക്കും. പക്ഷെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഈ ഒരു ഗെയിം.
ഓക്കെ, നമ്മുടെ ഒരു ഗെയിമിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, ഉൾപ്പെടുത്തിയില്ലെങ്കിലോ സോ അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് വരണം. എപ്പോഴെങ്കിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും നന്നായിട്ട് പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസ് കൂടി എക്സ്ട്രാ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല നല്ല പഴയ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ വിശദീകരണവും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇങ്ങനെ ഇത് കാണുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കൊരു റിവിഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ കാണാം. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.